നീ ആകെ ഒന്ന് മാറിയല്ലോടി. ഞാൻ പോകുമ്പോ ചുള്ളിക്കമ്പ് പോലിരുന്ന പെണ്ണ. എന്താടി, ഞാൻ അറിയാതെ എന്തെങ്കിലും നടന്നോ? നീ എന്താ പറഞ്ഞെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പകരം സ്നേഹിക്കും, നീ പോലും വിചാരിക്കാത്ത തരത്തിൽ. അലക്സും ജെറി ഒന്ന് രണ്ട് സ്ഥലത്തോട് പോയിട്ടാണ് വീട്ടിലേക്ക് മടങ്ങിയത്. കാർ നിർത്തി ഇറങ്ങിയത് കണ്ടു സിറ്റൗട്ടിൽ അവരെ തന്നെ ഉറ്റുനോക്കി കൈകെട്ടി നിൽക്കുന്ന അന്നമ്മയെ. അതെന്തിനാണെന്ന് അലക്സിന് മനസ്സിലായതും ജെറി അവനെ ഒന്ന് നോക്കി രണ്ടാളും അകത്തേക്ക് കയറി. അലക്സ് അന്നമ്മയുടെ അടുത്തേക്ക് പോയി ജെറിയുടെ തോളിൽ കൈയിട്ടു. ഡാ ജെറിയേ, ഇന്നലെ ആരൊക്കെ പോയി കണ്ടില്ലെങ്കിലോ മാപ്പ് പറഞ്ഞില്ലെങ്കിലോ ഒക്കെ വീട്ടിൽ കയറ്റത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. അവരോട് ചെന്ന് പറഞ്ഞേര്, അവരുടെ വീട്ടിൽ പോയി കണ്ട് സോറി പറഞ്ഞു വരുവാന്ന്. അന്നമ്മ കേൾക്കും വിധ ശബ്ദത്തിൽ കയ്യിലുള്ള കീ ചൂണ്ടുവിരല കറക്കി മറ്റെങ്ങോട്ടോ നോട്ടം തെറ്റിച്ച് പറഞ്ഞതും അതുവരെ ഗൗരവം നിറച്ചു നിന്ന അന്നമ്മ സ്പോട്ടിൽ കാറ്റുവിട്ട ബലൂണ് കണക്കെ അത്ഭുതത്തോടെ അവരുടെ അടുത്തേക്ക് വന്നു. ആണോട് ജെറിമോനെ, ആ കൊച്ചിനെ പോയി കണ്ടോ? അലക്സിനെ ഒന്ന് നോക്കി ജെറിയുടെ ചോദിച്ചതും അവൻ കൂസലില്ലാതെ ഹാ എനിക്കറിയത്തില്ല എന്ന് എങ്ങോട്ടോ നോക്കി പറഞ്ഞതും അലക്സ് അവന്റെ കാലിൽ ഷൂ വെച്ച് അമർത്തി. എന്നാ പോയിന്നാ പറഞ്ഞ അന്നമ്മ. കാൽ പിടിച്ചെടുത്ത് അലക്സിനെ പല്ല് കടിച്ച് തുറിച്ചു നോക്കി ജെറി പറഞ്ഞതും അന്നമ്മ അത് കേട്ട് നെഞ്ചിൽ കൈവച്ച് ശ്വാസം വിട്ടു. എന്റെ കർത്താവേ, നിനക്ക് സ്തുതി, ഇവനെ കൊണ്ട് നീ അത് ചെയ്യിച്ചല്ലോ എന്ന് മേലോട്ട് നോക്കി പറഞ്ഞുകൊണ്ട് അന്നമ്മ അലക്സിനെ ദഹിപ്പിച്ചു നോക്കി. ഇനി നീ ഏതെങ്കിലും പെങ്കൊച്ചിനോട് മര്യാദയ്ക്ക് പെരുമാറാതെ വാ, പിന്നെ നീ പടി ചവിട്ടാൻ ഈ അന്നമ്മ സമ്മതിക്കത്തില്ല. അല്ല, ഇന്നലെ ഡാഡി പറഞ്ഞ കൊച്ചിനെയോ അതിനെപ്പോ തിരിച്ചു വിളിച്ചോ നീ? അന്നമ്മ പെട്ടെന്ന് തന്നെ കലിപ്പ് മൂഡ് ഓണാക്കി അവനെ നോക്കി ചോദിച്ചതും ഹാ പോയിരുന്നു, അവൾ ഇനി വരത്തില്ലെന്ന് പറഞ്ഞു. അതും പറഞ്ഞ് അവൻ അകത്തേക്ക് കയറിപ്പോയതും അന്നമ്മ അവൻ പോയ വഴിയെ നോക്കി. വരത്തില്ലെന്നോ? അതെന്നാടാ? ഹാ എനിക്കറിയത്തില്ല, അവൻ വന്നില്ലേ ഫിലിക്സ്? കുറച്ചു മുന്നേ പോയി കിടന്നിട്ടുണ്ട്. നാളെ സസ്പെൻഷൻ തീരുവല്ലേ, ഇനി അടുത്ത വഴിക്ക് ആരുമായിട്ടുണ്ടാക്കി വരുവോന്ന് ആർക്കറിയാം. നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കണേ എന്റെ കർത്താവേ. ഇതേ സമയം ജെറി പുറത്തു നിന്ന് എന്തോ ചിന്തിക്കുന്ന തിരക്കിലാണ്. അലക്സിന്റെ ഡാഡി പറഞ്ഞവളെ എപ്പോ പോയി തിരിച്ചു വിളിച്ചെന്ന് ചിന്തിക്കുവാണ് അവൻ. നീ എന്നാടാ പുറത്തു നിന്ന് ആലോചിക്കുന്നേ? കേറി വാടാ. അന്നമ്മ വിളിച്ചതും ചെക്കൻ ബോധത്തിലേക്ക് വന്ന് അകത്തേക്ക് പോയി. ഡാ, വല്യമ്മച്ചി വന്നിട്ടുണ്ട്, നിന്നെ ചോദിച്ചു. ഇത്ര നേരത്തെ എന്റെ മോൻ വന്ന് ശീലമില്ലാത്തതല്ലേ, ഉറങ്ങിക്കാണും. ചെന്ന് കണ്ടേച്ചു വാ, അപ്പോഴൊക്കെ ഞാൻ കഴിക്കാനെടുക്കാം. സ്റ്റേ കയറാൻ നിൽക്കെ അന്നമ്മ പറഞ്ഞത് കേട്ട് അലക്സ് തിരിഞ്ഞു നോക്കി. മറ്റാരേക്കാളും അലക്സിന് ഇഷ്ടം വല്യമ്മച്ചിയാണ്. അവൻ ആരോടെങ്കിലും ദേഷ്യമില്ലാതെ സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അവരോട് മാത്രമാണ്. വല്യമ്മച്ചിക്ക് തിരിച്ചങ്ങനെ തന്നെ. കുറച്ചായിട്ട് മൂത്ത മകനായ ജോണിന്റെ വീട്ടിലായിരുന്നു, ഇന്നാണ് വന്നത്. അലക്സ് അന്നമ്മച്ചിയോട് പുറത്തു നിന്ന് കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വല്യമ്മച്ചി കിടക്കുന്ന റൂമിലോട്ട് നടന്നു. എനക്കും വേണ്ട ജെറിമോനെ. എന്നതാ കഴിക്കാൻ? ജെറി അത് ചോദിച്ചുകൊണ്ട് കിച്ചണിലേക്ക് പോകാൻ നിന്നതും അലക്സ് അവന്റെ കോളറിൽ പിടിച്ച് തിരിച്ച് ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞു. അവനും വേണ്ട പറഞ്ഞുകൊണ്ട് അവനെ തുറിച്ചൊന്ന് നോക്കി. നേരെ പോയി ഉള്ളതുമില്ലാത്തത് വിളമ്പിക്കൊടുക്കാനല്ലേ, നീ എന്റെ കൂടെ നിന്നാ മതി, വാടാ ഇങ്ങോട്ട്. അലക്സ് അതും പറഞ്ഞ് ജെറിയുടെ കഴുത്തിലൂടെ കൈയിട്ട് റൂമിലേക്ക് കയറി. വല്യമ്മച്ചി ഉറങ്ങുന്നത് കൊണ്ട് ശല്യപ്പെടുത്താതെ ഡോറടിച്ച് അവൻ മുകളിലത്തെ റൂമിലേക്ക് പോയി. ഫെലിക്സിന്റെ റൂമിൽ അവൻ ഉറങ്ങുന്നതൊന്ന് നോക്കി അവന്റെ റൂമിലേക്ക് പോയി. ജെറി നേരെ പോയി ബെഡിലേക്ക് ചാടിയത് കണ്ടതും അലക്സ് അവനെ ഒന്ന് നോക്കി കീ ടേബിളിലേക്ക് എറിഞ്ഞ് ഷർട്ട് അഴിച്ച് ബെഡിലേക്ക് ഇട്ട് ഫ്രഷ് ആവാൻ കയറി. അന്നമ്മ ഡോറടിച്ച് ലോക്ക് ചെയ്ത് ബെഡിലിരുന്ന് ലാപ്പിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന ജോസഫിന്റെ അടുത്തേക്ക് പോയി. തീർന്നില്ല ഇച്ചായ? കുറച്ചുകൂടി, നീ കിടന്നോ? പിള്ളേര് വന്നിട്ടുണ്ട്. എന്നാ നീ നേരത്തെ പറഞ്ഞതാണല്ലോ. ആർക്കറിയാം, എന്തോ നല്ല ബുദ്ധി തോന്നിയിട്ടുണ്ട്. ഇച്ചാനും ഞാനും പറഞ്ഞത് അവൻ കേട്ടു. ആ കൊച്ചിനെ കണ്ട് സോറി പറഞ്ഞിട്ടാ വരുന്നേ. അത് കേട്ടതും ജോസഫ് ലാപ്പിൽ നിന്ന് നോട്ടം തെറ്റിച്ച് കണ്ണും വീഴ്ച അവരെ നോക്കി. ഹാര്, നമ്മുടെ മോൻ അലക്സോ? നിനക്ക് ആള് മാറിയതാകും. അതും പറഞ്ഞ് ജോസഫ് വീണ്ടും ലാപ്പിലേക്ക് കണ്ണു നട്ടതും അന്നമ്മ അയാളുടെ കയ്യിൽ പിടിച്ചു. അല്ലെന്റിച്ചായ, ഉള്ളതാ, നമ്മൾ പറഞ്ഞ കൊച്ചിനെ കണ്ട് തിരിച്ചു വിളിച്ചത്രേ. ജോസഫ് അന്നമ്മയെ അത്ഭുതത്തോടെ നോക്കി. എന്നിട്ട് എന്നാ പറഞ്ഞു കൊച്ച്? അതിന് വരത്തില്ലിച്ചായ. അന്നമ്മ അല്പം വിഷമത്തോടെ അത് പറഞ്ഞതും ജോസഫ് ഒന്ന് മൂളി മറ്റെന്തോ ചിന്തിച്ചിരുന്നു. അത് കണ്ടതും അന്നമ്മ അയാളെ ഒന്ന് നോക്കി. എന്നതാ ഇച്ചായ ചിന്തിക്കുന്നേ? ഒന്നുമില്ല, താൻ കിടന്നോ. അത് പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും ജോലിയിലേക്ക് ശ്രദ്ധ തിരിച്ചതും അവർ അതിനൊന്ന് മൂളി കണ്ണടച്ച് കിടന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഇതിനിടെ വൈശുവിന്റെ ജീവിതം മാറ്റങ്ങളില്ലാതെ കടന്നുപോയി. അപ്പോൾ സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ച് കോളേജിലേക്ക് പോകാൻ തുടങ്ങിയിരുന്നു എന്നതാണ് ഒരു മാറ്റം. അന്ന് വന്നു പോയതിൽ പിന്നെ അലക്സ് പിന്നെ വൈശുവിനെ കണ്ടിട്ടില്ല. അതിനിടയ്ക്ക് അപ്പു അവളോട് അവനാണ് MD എന്നുള്ള കാര്യം പറയാത്തതിനാൽ വൈശുവിനോട് ഒന്നും രണ്ട് പറഞ്ഞ് പിണങ്ങിയെങ്കിലും പിന്നീട് ഒരുവിധം വൈശു തന്നെ ഓക്കെ ആക്കി എടുത്തിരുന്നു.
പിന്നെ പെണ്ണ് തിരിച്ചു മറിച്ചും ഓരോന്ന് അന്നവൻ വന്നു പോയതിനെ കുറിച്ച് ചോദിച്ചെങ്കിലും വൈശു ഒന്നും വിട്ടു പറഞ്ഞില്ല. എന്തോ അത് പറയാൻ അവൾക്ക് തോന്നിയില്ല എന്ന് പറയുന്നതാണ് ശരി. ആ ദിവസം അവൻ കാതിൽ പറഞ്ഞതോർക്കും തോറും വൈശുവിന്റെ കൈയും കാലും തളർന്ന പോലെ തോന്നും. പിന്നെ അവൾ അത് മനഃപൂർവ്വം മനസ്സിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഇതിനിടയിൽ അപ്പു കോളേജിൽ പോകാൻ തുടങ്ങിയെങ്കിലും ഒരു തവണ പോലും ഫിലിക്സിനെ അവൾ കണ്ടിട്ടില്ലായിരുന്നു. അവന്റെ ഫ്രണ്ട്സിനെ കാണാറുണ്ടെങ്കിലും അവരാരും അവളെ ശ്രദ്ധിക്കാനോ നോക്കാനോ പോവാത്തതോടെ തിരിച്ചവളും അങ്ങോട്ട് ശ്രദ്ധിക്കാനോ മറ്റൊന്നിനും പോവാറില്ല. ചുരുക്കി പറഞ്ഞ അപ്പുവും അതൊക്കെ വിട്ട് അവളുടെ കാര്യം നോക്കി നടക്കും എന്നാണ് അർത്ഥം. അപ്പു കോളേജിലേക്ക് പോയതും വൈശു ഒരുവിധം ജോലിയൊക്കെ അമ്മയെ സഹായിച്ചു കൊടുത്ത് നൃത്തം പഠിപ്പിക്കാൻ പോകാനിരിക്കുകയാണ്. അമ്മേ, ഞാൻ ഇറങ്ങുവാണ്, ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. അകത്തുനിന്ന് കുഞ്ഞു ബാഗിൽ ചൂടുവെള്ളം നിറച്ചു കുപ്പി വെച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞ് അവൾ ഉമ്മറത്തേക്ക് വേഗത്തിൽ ഇറങ്ങവേ മുന്നിൽ ചുണ്ടിലെരിയുന്ന സിഗരറ്റുമായി തൂണിൽ ഒരു കൈ കുത്തി നിൽക്കുന്നവനെ കണ്ടു വൈശുവിന്റെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പടർന്നു കയറി. ഭയത്താൽ ശരീരത്തെ അടർന്നു പോകുന്ന പോലെ തോന്നി അവൾക്ക്. രുദ്രൻ മനസ്സിലായി ഉരുവിടവേ രുദ്രൻ അവളെ അടിമുടി കണ്ണൊഴിഞ്ഞു നോക്കുവായിരുന്നു. അവന്റെ ചുവന്ന കണ്ണുകളിൽ അവളോടുള്ള തീവ്രമായ വികാരം പ്രകടമായതും അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ അവൾക്കടുത്തേക്ക് നടന്നു ചെന്നു. അപ്പം മറന്നിട്ടില്ല അല്ലേ? അതും പറഞ്ഞവൻ അവൾക്കടുത്തെത്തി വൈശുവിനെ സൂക്ഷിച്ചു നോക്കി കണ്ണോടിച്ചു. നീയാകെ ഒന്ന് മാറിയല്ലോടി. ഞാൻ പോകുമ്പോ ചുള്ളിക്കമ്പ് പോലിരുന്ന പെണ്ണ ഇപ്പൊ ആളാകെ മാറിയല്ലോ. എന്താടി, ഞാൻ അറിയാത്ത എന്തെങ്കിലും നടന്നോ? അവൻ വൃത്തികെട്ട നോട്ടത്താൽ അവളെ നോക്കി ഉരുവിട്ടതും അവള് ദേഷ്യം ആളിക്കത്തി. അവനെ ചുട്ടരിച്ച് കളയാൻ തോന്നിയതും അവൾ കണ്ണു മുറുക്കി അടച്ച് മുഷ്ടി ചുരുട്ടി കൺട്രോൾ ചെയ്തു. ആരാ മോളെ? അകത്ത് നിന്ന് അമ്മ അത് ചോദിച്ചുകൊണ്ട് വന്നതും വൈശുവിനെ രുദ്രനെ കണ്ട് അവിടുന്ന് ഞെട്ടിവിറച്ചു. ഞാനാ രുദ്രൻ. എന്റെ അച്ഛൻ ഇവിടെ വന്നെന്നറിഞ്ഞു. നിങ്ങളുടെ ഇളയ മോളില്ലേ ഇവിടെ? അകത്തേക്ക് നോക്കി രുദ്രൻ ചോദിച്ചതും അമ്മ അവനെ പേടിയോടെ നോക്കി. അത് മോനെ, അവള് കോളേജിൽ. പറഞ്ഞേക്കവളോട് അവളുടെ നാവിനി ഉയരരുതെന്ന്. ഉയർന്നാൽ പിന്നെ ഒരിക്കലും അത് ഉയർത്തെഴുന്നേൽക്കില്ല. അതില്ലാതാക്കിയിരിക്കും രുദ്രൻ. മോളെ അതൊന്ന് ഓർമ്മിപ്പിച്ചേക്ക്, കേട്ടല്ലോ? തീഷ്ണമായ നോട്ടത്തിൽ അമ്മക്കരികിലെ കുറ്റുനോക്കി പറഞ്ഞവൻ നേരെ വൈശുവിലേക്ക് നോട്ടം തെറ്റിച്ച് അവൾക്കടുത്തേക്ക് നടന്നു. കുമിഞ്ഞു പൊന്തിയ ദേഷ്യവും സങ്കടവും നിയന്ത്രിക്കും വിധം അവൾ മുഷ്ടി ചുരുട്ടി പിടിച്ച് നിലത്തേക്ക് ദൃഷ്ടി പതിപ്പിക്കവേ രുദ്രൻ അവൾക്കടുത്തേക്ക് വന്നവൻ അവളെ ബലമായി പിടിച്ചു. ഹാ അമ്മേ! അസ്വസ്ഥതയോടെ അവൾ അവന്റെ കയ്യിൽ പിടിച്ചു. മോളെ, നീ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയാഞ്ഞിട്ടല്ല. നിന്നെ ഞാൻ വേദനിപ്പിക്കില്ല, പകരം സ്നേഹിക്കും. അതിലൂടെ നിനക്കുള്ള ശിക്ഷ ഞാൻ തരും. നീ പോലും വിചാരിക്കാത്ത തരത്തിൽ. എന്നെ വിട്. വൈശു അവന്റെ കയ്യിൽ പിടിച്ച് അസ്വസ്ഥതയോട് പറഞ്ഞതും അമ്മ അവനോട് കരഞ്ഞുകൊണ്ട് വിടാൻ പറഞ്ഞതും അവൻ അവളെ അടിമുടി വശ്യമായി നോക്കി. നിന്നെ ഒന്ന് കയ്യിലോട്ട് കിട്ടട്ടടി. നിന്റെ അഹങ്കാരം ഞാൻ തീർക്കും. നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിനക്ക് മറുപടി നൽകൂ എന്നവൻ അവളെ വല്ലാത്തൊരു നോട്ടത്തോടെ ഉറ്റുനോക്കി പറഞ്ഞതും നിറഞ്ഞ കണ്ണാൽ പകയെരിച്ചവനെ നോക്കി വൈശു. അതിനൊരു നിമിഷം മുന്നെങ്കിലും ഞാൻ ചത്തിരിക്കും. എന്നാലും നിന്നെ പോലുള്ളവരുടെ മുന്നിൽ ഞാൻ ഒരിക്കലും തല കുനിക്കില്ലടാ. നിന്റെ ഒരു ആഗ്രഹവും ഞാൻ നടത്താൻ അനുവദിക്കില്ല. എവിടുന്നോ കിട്ടിയ ധൈര്യത്താൽ ചുട്ടരിച്ച് കളയും വിധം കണ്ണിൽ തീയാളി കത്തിച്ച് അവനെ നോക്കി പറഞ്ഞതും അവളുടെ ഉടലാകെ ദേഷ്യം കൊണ്ട് വിറച്ചു പോയിരുന്നു. അത് കേട്ടതും അവന്റെ രക്തം തിളച്ചു. പിടിച്ചു വെച്ച് തടയാൻ ശ്രമിച്ച അമ്മയെ അവൻ ദേഷ്യത്തോടെ മാറ്റി നിർത്തി. നിയന്ത്രണം വിട്ട് ആ നിമിഷം അമ്മ ബാലൻസ് തെറ്റി നിലത്തേക്ക് വീണിരുന്നു. അമ്മേ! ഞെട്ടിവരച്ച് വൈശു അമ്മയെ വിളിച്ചോടവേ രുദ്രൻ അവളെ പിടിച്ചു നിർത്തി. അവൾ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവന്റെ പിടിയിൽ നിന്ന് മാറാനായില്ല. എന്നെ രുദ്രനാക്കി മാറ്റരുത് നീ. എൻ്റെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. നീ ഇനി പരീക്ഷിക്കരുത്. നിന്നെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കും. ആരൊക്കെ തടഞ്ഞാലും എൻ്റെ വഴി ഇനി ആരും തടസ്സമായി നിൽക്കരുത്, കേട്ടോടി? ദേഷ്യത്താൽ രക്തവർണ്ണമായ കണ്ണുകളാൽ നോക്കി വൈശുവിനാടായി അത്രയും പറഞ്ഞവൻ അവളെ പിന്നിലേക്ക് തള്ളി. നിന്റെ വീട്ടുകാരുടെ മുന്നിൽ നിന്ന് നിന്നെ അപമാനിക്കും. നീ എന്നെ ഒരിക്കലും മറക്കാത്ത വിധം നിന്നെ ഞാൻ സ്വന്തമാക്കിയിരിക്കും. വൈശു ചുമരിനോടായി ചേർന്ന് നിന്ന് കലങ്ങിയ കണ്ണാലെ അവനെ ഭയത്തോടെ നോക്കി നിന്നതും അവൻ നിലത്ത് കിടന്ന് കരയുന്ന അമ്മയെ അതേ തീഷ്ണമായ നോട്ടം നോക്കി അവിടുന്ന് പോയി. വൈശു എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം തളർന്നു നിൽക്കവേ അവൾ നിലത്തുള്ള അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു. അമ്മയും കൊണ്ട് അവൾ അകത്തേക്ക് പോയിരുത്തി. വെള്ളമെടുക്കാൻ പോകവേ മോളെ ആദ്യയോടുള്ള അമ്മയുടെ ശബ്ദം കേട്ട് വൈശു ഞെട്ടലോടെ തിരിഞ്ഞതും നെഞ്ചിൽ കൈവച്ചിരിക്കുന്ന അമ്മയെ കണ്ടവൾ പേടിയോടെ അവർക്കടുത്തേക്ക് ഓടി. എന്താ അമ്മേ, എന്താ പറ്റി? നെഞ്ച്
നെഞ്ചു തടവി അമ്മ പലതും പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും വ്യക്തമാകാതെ നിൽക്കെ അവൾ പരവേശത്തോടെ അകത്തേക്ക് ഓടി വെള്ളമെടുത്തതും അമ്മയുടെ മോളെ എന്നുള്ള വിളിക്കപ്പുറം ഒരു വീഴ്ചയുടെ ശബ്ദം കേട്ടവൾ ഓടി വന്ന് നോക്കവേ മുന്നിലുള്ള കാഴ്ചയിൽ കയ്യിൽ നിന്ന് ഗ്ലാസ് നിലത്തേക്ക് വീണ് ചിന്നിച്ചിതറി. അമ്മേ! കൺസൾട്ടിംഗ് റൂമിന് മുന്നിലായി നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ കാത്തിരിക്കുകയാണ് വൈശു. ബോധം മറിഞ്ഞ അമ്മയെ കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വിറച്ചു നിന്നെങ്കിലും ഒരു നിമിഷം പോലും പാഴാക്കാതെ റോഡിലേക്ക് ഇറങ്ങി കിട്ടിയ ഓട്ടോയിൽ അമ്മയെ കൊണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഓടിയതായിരുന്നു അവൾ. ഹോസ്പിറ്റലിലെത്തി അമ്മ അകത്തേക്ക് കയറും വരെ ആ ഓട്ടോ ഡ്രൈവറും ഉണ്ടായിരുന്നു കൂടെ. ഒടുക്കം കയ്യിലുള്ള 100 രൂപ വാങ്ങാതെ അയാൾ പോയതും ചുവര് ചാരി നിന്നവൾ കണ്ണു നിറച്ച് ഡോറിലേക്ക് നോക്കി. കരഞ്ഞു തളർന്ന് അവശയായിരുന്നു അവൾ. കവളിലൂടെ ചാലിട്ടിറങ്ങിയ കണ്ണുനീർ മാത്രമായിരുന്നു ജീവനുള്ളതിന്റെ ഏക ശേഷിപ്പ്. പെട്ടെന്ന് ഡോർ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നതും കണ്ണു തുടച്ചവൾ അവർക്കടുത്തേക്ക് ഓടി.